നമ്മൾ എല്ലാവരും ദൈവത്തോടും പ്രപഞ്ചത്തോടും ഒരുപാട് ചോദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലേ? എനിക്കിതെന്തിന്? എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എനിക്കൊന്നും മാറുന്നില്ല? പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇതുവരെ പ്രപഞ്ചത്തോട് ഒരു തവണയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഈ വീഡിയോ അവസാനം വരെ കേട്ട് കഴിഞ്ഞാൽ നന്ദി ഒരു വാക്കല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവമായി തോന്നും. നമ്മൾ സാധാരണയായി നന്ദി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഒരു ശീലമാണ് അല്ലേ? ഒരാൾ സഹായിച്ചാൽ, ഒരാൾ എന്തെങ്കിലും നമ്മൾക്ക് കൊടുത്താൽ ഒരു വിനയം പോലെ നന്ദി പറഞ്ഞ് നമ്മൾ കടന്നു പോകും. പക്ഷേ സത്യം എന്താണെന്ന് ചോദിച്ചാൽ നന്ദി എന്ന് പറയുന്നത് ഒരു ചെറിയ വാക്കല്ല. അത് നമ്മളിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് പോകുന്ന ഒരു വലിയ സന്ദേശമാണ്. നമ്മൾ പലപ്പോഴും കരുതുന്നത് പ്രപഞ്ചം നമ്മളുടെ വാക്കുകൾ കേൾക്കുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. പ്രപഞ്ചം കേൾക്കുന്നത് നമ്മൾ ഉള്ളിൽ പിടിച്ചു നിൽക്കുന്ന ഒരു നിലയാണ്. നമ്മൾ എനിക്ക് വേണം എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഭയമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ പ്രപഞ്ചം വായിക്കുന്നത് ആ ഭയമാണ്. നമ്മൾ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാലും ഉള്ളിൽ നമ്മൾക്ക് പരാതിയാണെങ്കിൽ പ്രപഞ്ചം വായിക്കുന്നത് ആ പരാതിയാണ്. ഇവിടെയാണ് നന്ദി എന്ന വാക്കിൻ്റെ ശക്തി തുടങ്ങുന്നത്. നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തോട് പറയുന്നത് ഇതാണ്: നീ തന്നത് ഞാൻ സ്വീകരിച്ചു, നീ തന്നതിൽ ഞാൻ തൃപ്തനാണ്. ഈ ഒരു നിലയിൽ നിൽക്കുന്ന ഒരാളെ പ്രപഞ്ചം ഇങ്ങനെയാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്: ഇവൻ തയ്യാറാണ്, ഇവന് കൂടുതൽ കൊടുക്കണം, ഇവന് കൂടുതൽ കൊടുക്കാം. നമ്മൾ ശ്രദ്ധിക്കണം, ചിലർക്ക് ജീവിതത്തിൽ എല്ലാം എളുപ്പത്തിൽ നടക്കും. അവർക്ക് പ്രത്യേക കഴിവുകളുണ്ടെന്ന് തോന്നാം, അല്ലെങ്കിൽ ഭാഗ്യം അവർക്ക് കൂടുതലാണെന്ന് തോന്നാം. പക്ഷേ സത്യം അങ്ങനെയല്ല. അവർക്ക് കിട്ടിയതിനെ അവർ ഹൃദയത്തോടെ സ്വീകരിക്കുകയാണ്. ചെറിയൊരു കാര്യങ്ങൾക്ക് പോലും അവർ നന്ദി പറയുന്നു. ഈ പ്രപഞ്ചത്തിന് കുറവെന്ന് പറയുന്ന ഒരു ഭാഷ തന്നെ ഇല്ല. പ്രപഞ്ചത്തിന് അറിയുന്നത് പൂർണ്ണതയാണ്, നിറവാണ്. നന്ദി പറയുന്ന മനസ്സ് ആ പൂർണ്ണതയുടെ ഒരു നിലയിലാണ്. പ്രപഞ്ചം ഒരു തവണ കൊടുത്തിട്ട് പോകുന്നില്ല. അത് ഒരു തിരികെ വരും പോകും അങ്ങനെയുള്ള ഒരു ക്രമത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ എന്താണ് നൽകുന്നത് അത് തന്നെയാണ് നമ്മൾക്ക് തിരികെ വരുന്നത്. പരാതി കൊടുത്താൽ കുഴപ്പങ്ങൾ കൂടി വരും, ഭയം കൊടുത്താൽ തടസ്സങ്ങൾ കൂടി വരും, നന്ദി കൊടുത്താൽ നമ്മളിലേക്കുള്ള ഒഴുക്ക് കൂടി വരും. നമ്മൾ പലപ്പോഴും പറയും എനിക്കൊന്നും മാറുന്നില്ല. പക്ഷേ സത്യത്തിൽ നമ്മൾ ലഭിച്ചതിനെ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് സത്യം. നന്ദി പറഞ്ഞില്ല, അത്രയേ ഉള്ളൂ. നന്ദി പറഞ്ഞാൽ ആ തിരികെ വരും പോകും ആ ക്രമം വീണ്ടും തുടങ്ങും. നന്ദി പറയുമ്പോൾ മനസ്സിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിലും ഒരു മാറ്റമാണ് സംഭവിക്കുന്നത്. ശ്വാസം പതുക്കെയാകുന്നു, ഹൃദയം മൃദുവാകുന്നു, നമ്മുടെ മനസ്സിലെ ആ ഒരു കടുപ്പം കുറയുന്നു. ഇങ്ങനെയൊരു നിലയിലാണ് നമ്മുടെ സൗഖ്യം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് പ്രശ്നം മാറിയിട്ടില്ല, പക്ഷേ മനസ്സിന് ഭാരം കുറഞ്ഞു. അത് തന്നെയാണ് ആ നന്ദി പറച്ചിലിലൂടെ നമ്മൾക്ക് കിട്ടുന്ന ആദ്യത്തെ സൗഖ്യം. നമ്മൾ പലപ്പോഴും ചോദിക്കും, എന്തുകൊണ്ട് എനിക്കെല്ലാം വൈകുന്നു? പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു വൈകിപ്പില്ല, തയ്യാറാകലാണുള്ളത്. നന്ദി പറയുന്ന ഒരാൾ പിടിവാശി വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ വേണം എന്ന ഒരു ചിന്തയെ വിടുന്നു. അപ്പോൾ പ്രപഞ്ചം പറയും, ഇവൻ തയ്യാറായി, ഇനി ഇവനിലേക്ക് ഉള്ള ഒഴുക്കിനെ തുറന്നുവിടാം. സ്വയം പുകഴ്ച ഉള്ളിടത്ത് പ്രപഞ്ചം നിൽക്കും, സ്റ്റോപ്പാകും. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന ഒരു ചിന്ത. നന്ദി പറയുമ്പോൾ ആ ചിന്ത മാറുന്നു. എന്നെ സഹായിച്ച ശക്തികൾ ഉണ്ട് എന്ന ഒരു ബോധം വരുന്നു. ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല. ഈ വിനയത്തിലാണ് പ്രപഞ്ചം നീങ്ങുന്നത്. നമ്മൾ പലപ്പോഴും പറയും
എനിക്കൊരു അടയാളവും കാണുന്നില്ല. പ്രപഞ്ചശക്തി എന്നെ സഹായിക്കുന്നു എന്നതിന് ഞാൻ ഒന്നും തിരിച്ചറിയുന്നില്ല. അത് പരാതിയോടെ നോക്കുന്ന കണ്ണിന് ആ അടയാളങ്ങളെ കാണാൻ പറ്റില്ല. അവരെപ്പോഴും കുറ്റങ്ങളും കുറവുകളും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. നന്ദിയോടെ നോക്കുന്ന കണ്ണിന് ഒരു ചെറിയ കാര്യം പോലും ആ പ്രപഞ്ചത്തിൻ്റെ സന്ദേശമായി തോന്നും. ഒരു വാക്ക്, ഒരു സന്ദേശം, ഒരു മനുഷ്യൻ്റെ സഹായം, ഇതൊന്നും യാദൃച്ഛികമല്ല. ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ മറുപടിയാണ്. ഒരു സമയത്ത് നമ്മൾ പ്രപഞ്ചത്തിനോട് ചോദിച്ചതാണ് ഇതെല്ലാം. ഇന്ന് പറഞ്ഞ ഒരു നന്ദി നാളെയുടെ ഒരു വിത്താണ്. നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതുവരെ കിട്ടിയതിന് നന്ദി, ഇനി വരുന്നതിനും വിശ്വാസമുണ്ട്. പ്രപഞ്ചം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഭാവിയെ ഇത് ഇവൻ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭാവി നമ്മൾക്കൊരു ഭയമായി വരില്ല. അതൊരു അനുഗ്രഹമായിട്ട് വരും. അപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് തോന്നിയാലും ഇത് മാത്രം പറഞ്ഞാൽ മതി: ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു, എന്നിൽ ഇന്നും ശ്വാസം ബാക്കിയുണ്ട്, ഇതിന് നന്ദി. ഈ നന്ദിയാണ് നാളെയും ജീവിക്കാൻ കാരണങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ പ്രപഞ്ചത്തോട് ചോദിക്കുമ്പോൾ, ആ പ്രപഞ്ചത്തിനോട് ചോദിക്കുമ്പോഴല്ല നമ്മളിൽ മാറ്റം വരുന്നത്. നമ്മൾ പ്രപഞ്ചത്തോട് ഒരുമയാകുമ്പോഴാണ് ആ മാറ്റം വരുന്നത്. നന്ദി ആ ഒരു ഒരുമയാകാനുള്ള ഏറ്റവും ലളിതമായ വഴിയാണ്. ഇതുവരെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി കേട്ടാൽ ഒരു കാര്യം വ്യക്തമായി തോന്നും. നന്ദി പറയുന്നത് ഒരു ആചാരമല്ല, അതൊരു ശീലമല്ല. അത് നമ്മൾ നിൽക്കുന്ന അകത്തെ നിലയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളെ നിലനിർത്തുന്നത് എന്താണ്? വലിയ സന്തോഷങ്ങളാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ വലിയ വിജയങ്ങളാണോ? ഒന്നുമല്ല. ഇന്നും ശ്വാസം പോകുന്നതാണ്. ഇന്നും കണ്ണ് തുറക്കാൻ കഴിഞ്ഞതാണ്. ഇന്നും ഒരാൾ നിങ്ങളെ കേൾക്കാൻ ഉണ്ടെന്നതാണ്. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ. നമ്മൾ അവയെ സാധാരണയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ജീവിതം ഭാരമായി തോന്നുന്നത്. നന്ദി പറയാൻ പഠിച്ചാൽ ഭാരം പതുക്കെ ഇറങ്ങും. ഇവിടെയാണ് ഈ സംസാരത്തിന് ആഴം തുടങ്ങുന്നത്. നമ്മൾക്ക് വീണ്ടും ഇതിനെപ്പറ്റി സംസാരിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നിടത്ത് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ണൊന്ന് അടയ്ക്കണം എന്നില്ല. നിങ്ങളുടെ ശരീരത്തിൻ്റെ നിലപാട് മാറ്റണമെന്നില്ല. ഒരു കാര്യം മാത്രം ചെയ്യുക. നിങ്ങളുടെ ശ്വാസം ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ശ്വാസം അകത്തേക്ക് പോകുന്നു, പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ ഉള്ളിൽ മെല്ലെ പറയണം: ഈ ശ്വാസത്തിന് നന്ദി. വീണ്ടും ശ്വാസം അകത്തേക്ക്, പുറത്തേക്ക്. ഇന്നത്തെ ഈ നിമിഷത്തിന് നന്ദി. ഇനി ഒന്നുകൂടി: എന്നെ ഇതുവരെ എത്തിച്ച എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. നല്ലതായാലും വേദനയായാലും, കാരണം അവയൊക്കെയാണ് ഇന്നത്തെ നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ലഘുത്വം മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നന്ദിയുടെ പ്രവർത്തനം. ജീവിതത്തിൽ എല്ലാം ഉടൻ മാറും എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: നന്ദി പറയാൻ തുടങ്ങിയാൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന ഒരു ബോധം വരും. പ്രപഞ്ചം നമ്മളെ അവഗണിക്കുന്നില്ല. നമ്മൾ ഏത് നിലയിലാണ് എന്ന് നോക്കിയാണ് അത് പ്രതികരിക്കുന്നത്. നന്ദിയോടെ നിൽക്കുന്ന ഒരാളെ പ്രപഞ്ചം ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ല. ചെറിയ വഴിയിലൂടെ എങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു സഹായം എത്തിക്കും. അവസാനം ഇത് മാത്രം നിങ്ങൾ ഓർക്കുക: നമ്മൾ പ്രപഞ്ചത്തോട് എത്ര ആവശ്യപ്പെട്ടു എന്നതല്ല പ്രധാനം, നമ്മൾ പ്രപഞ്ചത്തോട് എത്ര നന്ദി പറഞ്ഞു എന്നതാണ്. ഇന്ന് ഒരു നന്ദിയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുക നിങ്ങൾ. അത് മതി. പ്രപഞ്ചം എന്നിലേക്ക് ഈ വീഡിയോ എത്തിച്ചതിന് നന്ദി. ബാക്കിയെല്ലാം പ്രപഞ്ചം നോക്കിക്കോളും. ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ ശാന്തിയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ നിമിഷം നിങ്ങളുടെ ജീവിതം ഓർത്ത് ഒരു നന്ദി ഉള്ളിൽ പറഞ്ഞു നോക്കൂ. അത് ആരോടാണെന്ന് ചിന്തിക്കേണ്ട. ജീവിതത്തോടാകാം, പ്രപഞ്ചത്തോടാകാം, നിങ്ങളെ ഇതുവരെ കാത്തു സൂക്ഷിച്ച ഒരു അദൃശ്യ ശക്തിയോടാകാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ ഇത് മറ്റൊരാളിലേക്ക് പങ്കുവയ്ക്കുക. ഒരുപക്ഷെ അവർക്കും ഇന്ന് ഒരു നന്ദി പറയാൻ ഇതൊരു കാരണമാകാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.